ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ആഴ്സണൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആഴ്സണലിന്റെ സ്റ്റേഡിയമായ എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഈ 3 ഗോളുകൾ ആഴ്സണൽ സ്വന്തമാക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഡക്ലാൻ റൈസിനെയാണ്. 2 കിടിലൻ ഫ്രീ കിക്ക് ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ അവസാനത്തിൽ മെറീനോയുടെ ഒരു തകർപ്പൻ ഗോൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ആഴ്സണൽ റയലിനെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ കൂടുതൽ അറ്റാക്കുകൾ നടത്തിയതും ആധിപത്യം പുലർത്തിയതുമൊക്കെ ആഴ്സണൽ തന്നെയാണ്. അർഹിച്ച ഒരു വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടാം പാദ മത്സരം വളരെ നിർണായകമാണ്. ഈ മത്സരത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ റയൽ സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് 3 ഗോളുകളിൽ ഒതുങ്ങിയത് ഒരു ഭാഗ്യമാണ്. ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ വഴങ്ങേണ്ടി വരുമായിരുന്നു, അത്രയേറെ മോശമായിരുന്നു പ്രകടനം എന്നൊക്കെയാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം 3 ഗോളുകൾ മാത്രമാണ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. സത്യത്തിൽ ഇതിനേക്കാൾ വഴങ്ങേണ്ടി വരുമായിരുന്നു. ഈ അവസ്ഥയിൽ നിന്നും തിരിച്ചുവരവ് നടത്താൻ കപ്പാസിറ്റിയുള്ള ഏതെങ്കിലും ഒരു ടീം ഉണ്ടെങ്കിൽ അത് റയൽ മാഡ്രിഡ് മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു മാജിക്കൽ പെർഫോമൻസ് ഇനി ആവശ്യമാണ്. അത് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ലെഗിൽ എന്തും സംഭവിക്കാം. ഇതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. 3-ലധികം ഗോളുകൾ നേടിക്കൊണ്ട് വിജയിച്ചാൽ മാത്രമാണ് റയലിന് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു അത്ഭുതകരമായ തിരിച്ചുവരവ് ഇനി നടത്താൻ റയലിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.